all, welcome back to another episode of Life on Camera by Anu. Again, ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. 2025 ജർമ്മനിയിലെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കറന്റ്ലി ജർമ്മനി വലിയൊരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കാരണം നിറയെ പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജോലി നഷ്ടപ്പെടുന്നവർക്ക് എന്തൊക്കെയാണ് ബെനിഫിറ്റ്സ് ഇവിടെ കിട്ടുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സുമായിട്ട് പ്രധാനപ്പെട്ട ഒരു 6 പോയിന്റാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നമ്പർ 1, എന്താണ് ആർബൈറ്റ്സ് ലോസ് ഗെൽഡ്? നമ്പർ 2, എന്തൊക്കെ അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആണ് ജർമ്മനി ഓഫർ ചെയ്യുന്നത്? നമ്പർ 3, ആർബൈറ്റ്സ് ലോസ് ഗെൽഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി എന്താണ്? നമ്പർ 4, എത്ര കാലം നമുക്ക് ആർബൈറ്റ്സ് ലോസ് ഗെൽഡ് കിട്ടും? നമ്പർ 5, നമുക്ക് ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വിസ സ്റ്റാറ്റസിന് എന്ത് പറ്റും? നമ്പർ 6, നമ്മളെ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് വിസ എക്സ്റ്റൻഷൻ പോസിബിൾ ആണോ? എന്താണ് ആർബൈറ്റ്സ് ലോസ് ഗെൽഡ് എന്ന് വെച്ചാൽ, ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ജോലി നഷ്ടപ്പെടുക ഒരു സിറ്റുവേഷൻ വരെയാണെങ്കിൽ ഗവൺമെന്റിന് കിട്ടുന്ന ആനുകൂല്യമാണ് ആർബൈറ്റ്സ് ലോസ് ഗെൽഡ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് ആണ് ജർമ്മനിയിലുള്ളത്. നമ്പർ 1, ആർബൈറ്റ് ലോസൻ ഗെൽഡ്. നമ്പർ 2, ബുർഗർ ഗെൽഡ്. ഇനി നമുക്ക് ആർബൈറ്റ് ലോസൻ ഗെൽഡ് കിട്ടാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 1, കറന്റ്ലി നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം. നമുക്ക് ജോലി പോകുന്നതിന് മുമ്പുള്ള 2.5 കൊല്ലത്തിൽ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഒരു കമ്പനി വർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ 2.5 കൊല്ലത്തിൽ 12 മാസം നമ്മൾ അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് പേയും ചെയ്തിരിക്കണം. ഇപ്പൊ നമുക്ക് 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് കഴിഞ്ഞിട്ട് നമ്മൾ 8 or 9 മാസം വർക്ക് ചെയ്യുകയാണെങ്കിലും നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇവിടെ ഗാർഡൻ ലീവ് എന്നൊരു സംഭവം ഉണ്ട്. ഇപ്പൊ നമ്മളെ കമ്പനി നമ്മളെ പിരിച്ചു വിട്ടാലും നമുക്ക് വേറെ ജോലി അന്വേഷിക്കാം. ഓൺ റെക്കോർഡ് നമ്മൾ വർക്കിംഗിലാണ്, വിത്ത് സാലറിയും കിട്ടും. പക്ഷേ നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടത്തില്ല. അതായത് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടണമെങ്കിൽ ഓൺ റെക്കോർഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റസ് അൺഎംപ്ലോയ്ഡ് ആയിരിക്കണം. അത് പക്ഷെ നമ്മുടെ ലാസ്റ്റ് വർക്കിംഗ് ഡേക്ക് ശേഷമേ നമുക്ക് ആ സ്റ്റേറ്റസ് കിട്ടത്തുള്ളൂ. നമ്പർ 3, ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് 15 hours പെർ വീക്ക് എങ്കിലും വേണം. ആർബൈറ്റ്സ് ലോസ് ഗെൽഡ് എന്നുള്ള അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് നമുക്ക് എത്ര നാൾ കിട്ടും? അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സിന്റെ കാലാവധി എന്ന് വെച്ചാൽ നമ്മൾ എത്ര കാലം അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ് പേ ചെയ്തു, പിന്നെ നമ്മൾ ഏജ് ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും. നമ്മൾ 50 വയസ്സിന് താഴെയാണെങ്കിൽ 12 മാസം നമുക്ക് ആർബൈറ്റ്സ് ലോസ് ഗെൽഡും കിട്ടും. 50നും 54 വയസ്സിനും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 15 മാസം ആർബൈറ്റ്സ് ലോസ് ഗെൽഡും കിട്ടും. 55നും 57നും ഇടയ്ക്കാണെങ്കിൽ നമുക്ക് 18 മാസം ആർബൈറ്റ്സ് ലോസ് ഗെൽഡും കിട്ടും. ഇനി 58 വയസ്സിന് മുകളിലാണെങ്കിൽ നമുക്ക് 2 വർഷത്തെ ആർബൈറ്റ് ലോസ് ഗെൽഡും കിട്ടും. ഇനി നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് സാലറിയുടെ 60% നമുക്ക് ആർബൈറ്റ് ലോസ് ഗെൽഡ് ആയിട്ട് കിട്ടുന്ന മന്ത്ലി. ഇനി കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് നെറ്റ് സാലറിയുടെ 67% ആർബൈറ്റ് ലോസ് ഗെൽഡ് ആയിട്ട് കിട്ടുന്ന മന്ത്ലി. ഇനി അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് 2, ബുർഗർ ഗെൽഡ്. നമ്മുടെ സിറ്റിസൺ അലവൻസിനെയാണ് ജർമ്മൻ ലാംഗ്വേജിൽ ബുർഗർ ഗെൽഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി ബുർഗർ ഗെൽഡിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. നമ്പർ 1, നിങ്ങൾക്ക് ജർമ്മൻ PR ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾ വേറൊരു കൺട്രി താമസിക്കരുത്, ജർമ്മനിയിൽ തന്നെ വേണം താമസിക്കാൻ. നമ്പർ 2, ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ വർക്ക് ചെയ്യേണ്ട എബിലിറ്റി നമ്മൾ കാണിക്കണം. നമ്പർ 3, ഇവിടുത്തെ സിറ്റി ഓഫീസിലെ ഓഫീസേഴ്സ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കും. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ഫിനാൻഷ്യൽ നീഡ്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫിനാൻഷ്യൽ നീഡ്സ് നമ്മൾ അവരുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. ഇനി ബുർഗർ ഗെൽഡ് നമുക്ക് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളത് നോക്കാം. 2025 ജർമ്മൻ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് ഓരോ ഇൻഡിവിജ്വൽസിനും 563 euros പെർ മന്ത് ആണ് ബുർഗർ ഗെൽഡ് ആയിട്ട് കിട്ടുന്നത്. 2024 ഈ എമൗണ്ട് 12% കൂട്ടിയായിരുന്നു. പിന്നെ തൊഴിലില്ലായ്മ ഇൻഫ്ലേഷനും കാരണം 2025 ഈ എമൗണ്ടിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചില ട്രെയിനിങ്സിനും അവർ പേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്സ് കിട്ടാനുള്ള ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ ഒരു 7 സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നോക്കാം. നമ്പർ 1, നമ്മളെ ജോബ് കോൺട്രാക്ട് തീരുന്നതിന് 3 മാസം മുമ്പേ നമ്മളൊരു ജോബ് സീക്കറായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. നമ്പർ 2, നമ്മൾ ജോലി നഷ്ടപ്പെട്ട ഉടനെ ഇതിന് നമ്മൾ അൺഎംപ്ലോയിഡ് ആണെന്ന് അതോറിറ്റീസിനെ അറിയിക്കണം. അതായത് നാളെ തൊട്ട് സാലറി കിട്ടത്തില്ല എന്നുള്ളത്. നമ്പർ 3, നമ്മൾ ജോലി അന്വേഷിക്കുന്നത് നമ്മുടെ വിസയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ബ്ലൂ കാർഡ് വിസയിലാണെങ്കിൽ നമുക്ക് ജോബ് സെർച്ച് ചെയ്യാനുള്ള ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 തൊട്ട് 6 മാസം വരെ അവർ തരത്തുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു പോകേണ്ടതായിട്ട് വരും. നമ്പർ 4, എംപ്ലോയറും നമുക്ക് ജോലി നഷ്ടപ്പെട്ട കാര്യം സിറ്റി ഓഫീസിൽ അറിയിക്കും. നമ്പർ 5, സിറ്റി ഓഫീസിൽ വിസ എക്സ്റ്റൻഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. എന്ന് വെച്ചാൽ നമുക്ക് ജോബ് ഇന്റർവ്യൂസ് ഇനി കുറെ വരാനുണ്ടെന്നും ഓൾറെഡി ചെയ്തതിന്റെ റിസൾട്ട് വരാനുണ്ടെന്നും ചോദിച്ചിട്ട് സിറ്റി ഓഫീസിൽ നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്പർ 6, നിങ്ങളുടെ കയ്യിൽ ഒരു 12 to 13K euros ഉണ്ടെങ്കിൽ
ജോബ് സീക്കർ വിസേനെ ഓപ്പർച്യൂണിറ്റി കാർഡ് വിസയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന കാരണം 1 ഇയർ കൂടെ നമുക്ക് ജോലി അന്വേഷിക്കാൻ പറ്റും. നമ്പർ 7, നിങ്ങൾക്ക് ഒരു ലീഗൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ച് ആ അഡ്വക്കേറ്റ് നിങ്ങളെ കമ്പനിയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങനെ നല്ലൊരു എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഫൈനലി നമ്മുടെ പ്രൊബേഷൻ പീരീഡിന് മുമ്പായിട്ടാണ് നമ്മൾ ടെർമിനേറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ്സ് ഒന്നും കിട്ടത്തുമില്ല. 2 ആഴ്ചയ്ക്ക് മുമ്പ് നമുക്ക് ജോലിയും പോകും. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.